പോലീസ് സ്റ്റേഷനിലെ വിവരങ്ങൾ നൽകാനായി സുലേഖയുണ്ട്. അവിടേക്ക് കൂടി ഒന്ന് പോകാം. സുലേഖ, എന്തൊക്കെയാണ് ബാലരാമപുരം പോലീസ് ഇപ്പോൾ കരുതുന്നത്? പ്രാഥമികമായും എന്താണ് ഇത് കൊലപാതകമാണെന്ന് സൂചിപ്പിക്കുന്ന ചില സൂചനകൾ പോലീസിന് ലഭിച്ചു എന്നാണ് അറിയുന്നത്. മാത്രമല്ല, അമ്മയുടെ മൊഴികളിൽ തീർച്ചയായും വൈരുദ്ധ്യങ്ങളുണ്ട് എന്നത്. ഇതൊക്കെ നയിക്കുന്നത് എങ്ങോട്ടേക്കാണ്? മാത്രമല്ല, ഈ അച്ഛൻ്റെ സാന്നിധ്യം, അതുമായി ബന്ധപ്പെട്ട് തീ കത്തിച്ചത്, വീട്ടിനുള്ളിൽ തീ കത്തിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ ഒക്കെയും സംശയത്തിൻ്റെ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. എന്താണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ? അജിംഷാദ്, തീർച്ചയായും ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ കുട്ടിയെ കാണാനില്ലെന്നും തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കുട്ടിയെ കിണറ്റിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയും ഉണ്ടായത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുട്ടിയുടെ അമ്മ ശ്രീതു, അതിനൊപ്പം തന്നെ അച്ഛൻ ശ്രീജിത്ത്, അമ്മാവൻ ഹരികുമാർ എന്നിവർ ഇപ്പോൾ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂവരെയും ചോദ്യം ചെയ്യുകയാണ്. ഈ ചോദ്യം ചെയ്യലിൽ വൈരുദ്ധ്യമുണ്ട് എന്നത് തന്നെയാണ് പോലീസ് അറിയിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഈ കുട്ടി കിടന്നിരുന്നത് അച്ഛനൊപ്പമാണെന്ന് ആണ് പുറത്തു വന്നൊരു കാര്യം. പക്ഷേ അത്തരത്തിൽ ഈ അച്ഛൻ്റെ കൂടെയാണ് കുട്ടി കിടന്നിരുന്നത് എന്നത് അച്ഛൻ സമ്മതിക്കുന്നില്ല. ആ കുട്ടി അമ്മയുടെ കൂടെയാണ് കിടന്നതെന്നാണ് അച്ഛൻ പറയുന്ന ഒരു കാര്യം. ഇത്തരത്തിൽ ഈ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നത് തന്നെയാണ് ഇത് ഈ കേസിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഈ നാട്ടുകാർ പറയുന്നതനുസരിച്ച് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും തമ്മിൽ അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു. ഇത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക്, ഈ കുട്ടിയുടെ മരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ പോലീസ് പരിശോധിക്കുന്നത്. ബാലരാമപുരം പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടത്തുന്നത്, അന്വേഷണം നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ്. ഈ കുട്ടിയെ കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയ സാഹചര്യത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം ബാലരാമപുരം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം ഈ വീട്ടിൽ നിന്ന് 30 ലക്ഷം കാണാനില്ല എന്നുള്ളൊരു പരാതി നേരത്തെ ഈ കുട്ടിയുടെ അമ്മ പോലീസ് സ്റ്റേഷനിൽ വാക്കാൽ ഒരു പരാതി നൽകിയിരുന്നു. പക്ഷേ അത് രേഖാമൂലം നൽകിയിട്ടില്ല. ഇതും ഈ ഒരു സംഭവത്തിൻ്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ അമ്മാവൻ കിടന്നിരുന്ന മുറി ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു സമയത്ത് പുറത്തു വരുന്നുണ്ട്. ഇത് ഏത് ഘട്ടത്തിലാണ് ഉണ്ടായത്, എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്, ഈ തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ആളുകൾ, മറ്റ് ആളുകൾ ഈ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ബാലരാമപുരം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം തന്നെയാണ്, ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയാണ് ഈ അന്വേഷണത്തിന് ചുമതല വഹിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ മൊഴികളിൽ വൈരുദ്ധ്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. ആദ്യഘട്ടത്തിൽ കുട്ടി ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും അമ്മാവനും, ഈ അമ്മാവനൊപ്പമാണ് കടന്നിരുന്നത്, അച്ഛനൊപ്പമാണ് കടന്നിരുന്നത് കുട്ടി എന്നൊക്കെ മാറി മാറിയുള്ള മൊഴികളാണ് വരുന്നത്. അതിലുള്ള കാര്യങ്ങൾ, അത് മാത്രമല്ല അമ്മയുടെ മൊഴികളിൽ ആദ്യം പറഞ്ഞിരുന്ന കാര്യങ്ങൾ, പോലീസിനോട് പറഞ്ഞിരുന്ന കാര്യങ്ങളും ഇപ്പോൾ പറയുന്ന കാര്യങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് അറിയുന്നത്. ഇവരെ മൂന്നുപേരെയും ഒരുമിച്ചിരുത്തിയാണോ ചോദ്യം ചെയ്യുന്നത്, അതോ വെവ്വേറെയാണോ? എന്തൊക്കെയാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന അനൗദ്യോഗികമായ വിവരങ്ങൾ കൂടി ചേർത്താൽ സുലേഖ? തീർച്ചയായും ഷാദ, ആദ്യഘട്ടത്തിൽ ഇവരെ മൂവരെയും ഒറ്റയ്ക്കായി ചോദ്യം ചെയ്യുന്നു. ഈ ഘട്ടത്തിലാണ് ആദ്യഘട്ടത്തിൽ അമ്മ കുട്ടി അച്ഛൻ്റെ കൂടെയാണ് കിടന്നിരുന്നത് എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കുന്നത്. പിന്നീട് ഇവരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു കാരണവശാലും അച്ഛൻ ഇത്തരത്തിൽ കുട്ടി സുലേഖ, ഞാൻ തിരിച്ചെത്താം. ഒരു സ്ക്രീനിനെ കുറിച്ച് ഒന്ന് പറഞ്ഞോട്ടെ. ഒരു ഭാഗത്ത് കാണുന്നത് ബാലരാമപുരം പോലീസ് സ്റ്റേഷനാണ്, അവിടെയാണ് സുലേഖ ഉള്ളത്. ഇപ്പുറത്ത് കാണുന്നത് മരിച്ച ദേവനന്ദയാണ്, നോവായി മാറുന്ന ദേവനന്ദയാണ്. അവളുടെ കുട്ടിത്വം മാറാത്ത ആ മുഖം, ഒരുപക്ഷെ ദേവേന്ദു 2 വയസ്സുകാരിയായ ദേവേന്ദുവിൻ്റെ ചിത്രമാണ്. ദേവേന്ദുവിൻ്റെ ആ കുട്ടിത്വം നിറഞ്ഞ ആ ചിത്രം കൂടിയാണ് ഒരു പകുതിയിൽ നാം കാണുന്നത്. മറ്റൊരു ഭാഗത്ത് കാണുന്നത് അവിടുത്തെ പോലീസിൻ്റെ പ്രവൃത്തികളെ സംബന്ധിച്ചാണ്. ഇൻക്വസ്റ്റ് അടക്കം തയ്യാറാക്കുന്നത്, മറ്റ് ഫോറൻസിക് പരിശോധനകളൊക്കെ പുരോഗമിക്കുന്ന, കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ വീടും കിണറും പരിസരവും ഒക്കെയാണ്. ഇതാണ് സ്ക്രീനിൻ്റെ ഒരു വിവരം. ഞാൻ സുലേഖയിലേക്ക്, ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. സുലേഖ, അങ്ങനെ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ വളരെ ശാസ്ത്രീയമായാണ് കൊണ്ടുപോകുന്നത്, കാരണം ഇതിലെ ദുരൂഹത അഴിക്കേണ്ടതുണ്ട്, അല്ലേ സുലേഖ?
തീർച്ചയായും ജിംഷാദ്, അത് തന്നെയാണ് ഇതിലെ ദുരൂഹത അഴിച്ച് എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നുള്ളത് തന്നെയാണ് പോലീസ് ആദ്യഘട്ടം മുതൽ ഈ അന്വേഷണം ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ആദ്യഘട്ടത്തിൽ മൂവരെയും ഓരോരുത്തരായി ഒറ്റയ്ക്കിരുത്തി മൂവരെയും മരിച്ച കുട്ടിയുടെ അമ്മ ശ്രീതു, അതിനൊപ്പം തന്നെ അച്ഛൻ ശ്രീജിത്ത്, അമ്മാവൻ ഹരികുമാർ എന്നിവരെ ഒറ്റയ്ക്കിരുത്തി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിൽ വൈരുദ്ധ്യം കണ്ട സാഹചര്യത്തിൽ മൂവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെയും ഉണ്ടാകുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക്, വലിയ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക്, ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ സംഭവത്തിലെ ദുരൂഹത നീക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ ആദ്യഘട്ടത്തിലെ ഈ അന്വേഷണത്തിൽ ഈ സംഭവത്തിലെ ദുരൂഹത നീക്കുക എന്നുള്ളത് തീർച്ചയായും അങ്ങനെയാണ്. കാരണം ബാലരാമപുരത്ത് 2 വയസ്സുകാരി കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത വർദ്ധിക്കുകയാണ്. ഇപ്പോൾ അമ്മയെയും അമ്മാവനെയും കുട്ടിയുടെ അച്ഛനെയും ആണ് ചോദ്യം ചെയ്യുന്നത്. ഇപ്പോൾ നാം കാണുന്നത് ദേവനന്ദു എന്ന മരിച്ച 2 വയസ്സുകാരിയുടെ ചിത്രം കൂടിയാണ്. അവളുടെ ഓമനത്വമുള്ള ആ മുഖം കൂടിയാണ് വേദനയായി, കേരളത്തെ സംബന്ധിച്ച് തന്നെ വേദനയായി മാറുന്ന ആ കാഴ്ച. അവളെ കൊന്നതാണോ, എന്താണ് സംഭവിച്ചതെന്ന് അറിയുകയാണ് ഇനി നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം.